VKNന്റെ ലഞ്ച് എന്ന കഥയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഉഗ്രൻ പറയുന്നത് പട്ടാളം മാതിരി വിപ്ലവവും അതിൻ്റെ വയറിന്മീതെയാണ് മാർച്ച് ചെയ്യുന്നത് എന്നാണ്. എങ്കിലും അറ്റകൈയിന് ഒരു നേരം കയറി മേനോനെ പട്ടിണിക്കിടുന്നതിൽ വിരോധമില്ല. പയ്യനോർത്തു, ആക്സന്റോടെയുള്ള ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിൽ വചനം കേൾക്കണം എന്ന കെണി മാത്രമേ ഉള്ളൂ. പക്ഷേ ദൂരമുണ്ട്, ചൂടും വേണ്ട. മദ്രാസ് ഹോട്ടലിൽ പോയി പട്ടരെ ശരിപ്പെടുത്തി കളയാം. തിമിർത്തുണ്ണക, 3-4 പ്രാവശ്യം ചോറ് മേടിക്കുക. കൂട്ടാനും മോരും പപ്പടവും ഉപ്പിലിട്ടതും അതുപോലെ തന്നെ 10 ദിവസം അങ്ങനെ തുടർച്ചയായി ഭക്ഷിക്കുകയാണെങ്കിൽ പട്ടർ കെട്ടുകെട്ടി കള്ളവണ്ടി കയറണം. പിന്നെ അവൻ്റെ ഗന്ധം പോലും പ്രവിശ്യകളോളം വ്യാപരിക്കരുത്. വരുന്നടാ ഞാൻ. പയ്യൻ എഴുന്നേറ്റ് മുറിക്കു പുറത്തു കടന്ന് ലിഫ്റ്റ് ഇറങ്ങി കൊണാട്ട് പ്ലേസിലെ വരാന്തകളിലൂടെ പട്ടരെ ലാക്കാക്കി നടന്നു തുടങ്ങി. ചില്ലുകൂടിൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്ന ഒരു ഷോപ്പിന് മുന്നിൽ പയ്യൻ നിന്നു. പരുത്ത സിൽക്കിൻ്റെ ഇളം ചാര നിറമായ ഒരു ബുഷ് ഷർട്ടാണ് പയ്യൻ്റെ ശ്രദ്ധയെ തടഞ്ഞത്. വസ്തു തയ്ച്ചവന് രുചിയുണ്ട്, പയ്യനോർത്തു. കോളർ വെട്ടിയിരിക്കുന്നത് കണ്ടോ? വായിൽ ജലം ഊർന്നു. അവനെ ധരിക്കുന്നത് തന്നെ അന്തസ്സാണ്. മധ്യവയസ്കൾ വരിയായി നിലം പൊത്തും. 37 രൂപ 50 പൈസ എന്ന് അവൻ്റെ മാറിൽ 2 ഇഞ്ച് ചതുരൻ വെള്ളക്കടലാസിൽ വില കുറിച്ചു വെച്ചിരിക്കുന്നു. ഉശിരുണ്ടെങ്കിൽ പയ്യൻ ബുഷ് ഷർട്ടിനെ നോക്കി പറഞ്ഞു, 3 മാസത്തിനകം നിന്നെ ഞാൻ ധരിച്ചു തുടങ്ങാൻ പോകുന്നു. വരാന്തകൾ കഴിഞ്ഞ് വെയിലത്തിറങ്ങി ജനപദം മുറിച്ചു കടന്ന് പയ്യൻ നടന്നു. പ്രതികാരത്തിൻ്റെ ക്രൂരതയുള്ള വെയിൽ അപൂർവം കാക്കകൾ മാത്രമേ സഞ്ചരിച്ചിരുന്നുള്ളൂ. ഈ നഗരം തലസ്ഥാനമാക്കിയവന് ചായ മേടിച്ചു കൊടുക്കണം, പയ്യൻ പറഞ്ഞു. ഇങ്ങനെ ഒരു നഗരമോ? ചിരിക്കും തമ്പ്രാൻ എന്ന നഗരത്തിലെ ഏറ്റവും മുന്തിയ ഹോട്ടലിന് മുന്നിൽ പയ്യൻ എത്തി. എതിരെ നിരത്തിനോരത്ത് നിറയെ കാറുകൾ കിടക്കുന്നു. പുത്തൻ പണക്കാർ ഭക്ഷണം കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. 3 പഞ്ചവത്സര പദ്ധതികളിലായി രാജ്യത്ത് കൂടുതലുണ്ടായ മൊത്തം ധനം എവിടെ പോയി എന്നന്വേഷിക്കാൻ സർക്കാരിൻ്റെ ഒരു കമ്മിറ്റി നിലവിലുള്ള കാര്യം പയ്യനോർത്തു. ഇത്തരം ഹോട്ടലുകൾ കമ്മിറ്റി സന്ദർശിക്കുകയാണെങ്കിൽ കാണാതെ പോകുന്ന പണത്തിൻ്റെ ഒരംശത്തിൻ്റെ കണക്ക് കിട്ടും. പൊന്നിൻ്റെ വിലയായ ഭക്ഷ്യപാനീയങ്ങൾ, ബാൻഡ് സംഗീതം, നൃത്തം, ചെറ്റപ്പുര നിർമ്മാർജ്ജന പദ്ധതി, പ്രായപൂർത്തി, വോട്ടവകാശം, സോഷ്യലിസം, ചടങ്ങോടെ എന്നുച്ചത്തിൽ ചിരിക്കാൻ പഴുതുണ്ടോ എന്ന് ചിന്തിച്ച് പയ്യൻ ഇടം വലം നോക്കി. പെട്ടെന്നാണ് പരിചിതമായ ആ നമ്പർ പയ്യൻ്റെ കണ്ണിലിടഞ്ഞത്. 3463 എന്ന നമ്പറുള്ള ആനന്ദവല്ലിയുടെ ഫോക്സ് വാഗൺ നിരത്തിനോരത്തെ കാറുകൾക്ക് നടുവിൽ ചരിച്ചു പാർക്ക് ചെയ്തിരിക്കുന്നു. പയ്യൻ നിന്നു. അരയ്ക്ക് കൈവച്ച് കാറിനെ നോക്കി പറഞ്ഞു, എടിക്കള്ളി, നീ ഇതെന്നോട് പറഞ്ഞില്ലല്ലോ. ഈ സ്വർഗത്തിലാണ് ഉച്ചയ്ക്ക് ഭക്ഷണമെന്ന്. ഇതോ നിന്റെ പാതിവ്രത്യം. ഒരു പക്ഷേ പെട്ടെന്ന് നിശ്ചയിച്ചതായിരിക്കും, പയ്യനോർത്തു. അല്ലെങ്കിൽ വേറെ ആൺകുട്ടികൾ ക്ഷണിച്ചതായിരിക്കും. മുൻകൂർ നിശ്ചയിച്ചതായിരുന്നുവെങ്കിൽ തന്നോട് പറയുമായിരുന്നു. പോയി പരിശോധിച്ചു കളയാം. പരിതസ്ഥിതി പയ്യൻ സ്വയം പറഞ്ഞു. പക്ഷേ അവൾക്ക് വിഷമമായെങ്കിലോ? വിഷമമൊന്നും വരില്ല, പയ്യൻ സ്വയം പറഞ്ഞു. ആ വക യാതൊരു ബള്ളും അവൾക്കില്ല.